Good morning. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഫോഴ്സ് ആൻഡ് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ എ പോളാർ മോളിക്യൂൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് പറഞ്ഞത്. ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതാം. ഫൈൻഡ് ദി ടോർക്ക് ആൻഡ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ പോളാർ മോളിക്യൂൾ പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫോഴ്സിനും ടോർക്കിനും എന്ത് ചേഞ്ച് ഉണ്ടാവണമെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട്, നമുക്കൊരു ഡൈപോൾ ഉണ്ട് അല്ലെ, ഒരു പോളാർ മോളിക്യൂൾ ഉണ്ടെന്ന് പറയാം. അതിനൊരു പോളാർ മോളിക്യൂൾ എന്ന് പറയാൻ ഡൈപോൾ എന്ന് പറയാം കേട്ടോ. അപ്പൊ ഒരു നെഗറ്റീവ് സെന്ററും ഒരു പോസിറ്റീവ് സെന്ററും ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അവിടുത്തെ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ, അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എല്ലായിടത്തും ഒരുപോലെ. നോൺ യൂണിഫോം എന്ന് പറഞ്ഞാല് പല സ്ഥലങ്ങളിലും പല രീതിയിലാവും. നമ്മൾ നേരത്തെ യൂണിഫോം പറഞ്ഞില്ലേ, അപ്പം ഇവിടെ ഒരു പ്ലസ് ചാർജും ഒരു മൈനസ് ചാർജും ഇല്ലേ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഇവിടെ ഇലക്ട്രിക് ഫീൽഡും സെയിം ആയിരുന്നു യൂണിഫോമിന്റെ കേസിൽ. ഇവിടെ എന്താണ്, നോൺ യൂണിഫോം ആണ് അല്ലെ. ഇവര് തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ട്, ചെറിയൊരു അകലുണ്ട്. അപ്പൊ അവിടെ ഇലക്ട്രിക് ഫീൽഡും ഇവിടെ ഇലക്ട്രിക് ഫീൽഡും എന്താവാം, വ്യത്യസ്തമാവാം. അതുകൊണ്ടാണ് നോൺ യൂണിഫോം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ the positive charge will be forced to move along the electric field and negative charge will be forced to move along the opposite direction of electric field. അല്ലേ, ഇതിനെ ഞാൻ F plus എന്ന് വിളിച്ചു, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി പോസിറ്റീവ് ചാർജ്. ഇതിനെ എനിക്ക് എങ്ങനെ പറയാം, Q into E plus എന്ന് പറയാം, where E plus is the electric field at the region of positive charge. പോസിറ്റീവ് ചാർജ് നിൽക്കുന്ന സ്ഥലത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് E പ്ലസ് അല്ലെ. അതുപോലെ ഇതിന് ഞാൻ F മൈനസ് എന്ന് പറഞ്ഞു. F മൈനസ് ഈക്വൽ ടു മൈനസ് Q ഇൻറ്റു E മൈനസ് എന്ന് പറഞ്ഞു, വേർ E മൈനസ് ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി നെഗറ്റീവ് ചാർജ്. ഓക്കെ, രണ്ടും വ്യത്യസ്തമാണ്. നേരത്തെ നമ്മള് ഒന്ന് പ്ലസ് QE ഒന്ന് മൈനസ് QE എടുത്ത് മാറരുത് കേട്ടോ. ഇനി നേരത്തെ പോലെ തന്നെ ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, ഇവിടെ പ്ലസ് d/2 എന്ന് പറയാം, അതുപോലെ ഇവിടെ മൈനസ് d/2, അങ്ങനെയൊക്കെ തന്നെ സെയിം. ഓക്കെ, ഇനി ഞാൻ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, ഫോഴ്സ്. ടോർക്ക് സെയിം തന്നെയാണ്. ടോർക്ക് എന്താണ്, N = P ക്രോസ് E. യൂണിഫോമിന്റെ കേസിൽ ഒബ്റ്റെയിൻ ചെയ്ത അതേ ടോർക്കാണ് നമുക്ക് ഇവിടെയും കിട്ടുക, P ക്രോസ് E. ഫോഴ്സിൽ എന്ത് മാറ്റം ഉണ്ടാവാന്നാ നോക്കണേ. ഓക്കെ, അപ്പൊ നോക്കാം. നെറ്റ് ഫോഴ്സ് ആക്റ്റഡ് അപ്പോൺ ബൈ ദി പോളാർ മോളിക്യൂൾ ഈസ് ഈക്വൽ ടു F പ്ലസ് പ്ലസ് F മൈനസ് അല്ലെ. F പ്ലസ് പ്ലസ് F മൈനസ് ആണ് നെറ്റ് ഫോഴ്സ് അല്ലെ. അപ്പൊ എന്ത് പറയാം, F ഈക്വൽ ടു F പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ, Q ഇൻറ്റു E പ്ലസ് അല്ലെ. പിന്നെ F മൈനസ് എന്ന് പറഞ്ഞാലോ മൈനസ് Q ഇൻറ്റു E മൈനസ് എന്ന് പറയാം. അല്ലെങ്കിൽ F ക്യാൻ ബി റിട്ടൺ ആസ് Q ഇൻറ്റു E പ്ലസ് മൈനസ് E മൈനസ് എന്ന് പറയാം അല്ലെ. അല്ലെ, E പ്ലസ് എന്ന് പറഞ്ഞാല് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, E മൈനസ് എന്ന് പറഞ്ഞാല് നെഗറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡൈപോൾ, ഒരു പ്രത്യേകിച്ച് ഒരു പോളാർ മോളിക്യൂളിനകത്ത് ഡൈപോൾ എന്ന് പറഞ്ഞാല് അവര് തമ്മിലുള്ള സെപ്പറേഷൻ വളരെ ചെറുതാവും അല്ലെ. അല്ലെ, വളരെ അടുത്ത് ആണ് അവർ നിൽക്കുക, ഒരു സെപ്പറേഷൻ ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പം ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാല് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡും ഇവിടെ ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ കാര്യമായൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല, ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവും അല്ലെ. there will be a small change in electric field, so that I am taking E plus minus E minus as DE. DE എന്ന് പറഞ്ഞാൽ എന്താണ്, a small change in electric field. ഈ D യും ഈ ഡിസ്റ്റൻസ് D യും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. നമ്മൾ d/dx എന്നൊക്കെ പറയുന്ന D ഇല്ലേ, ഡിഫറൻഷ്യൽ സ്മോൾ ചേഞ്ച്, അതാണ് ഈ DE. ഓക്കെ, DE എന്ന് പറയാം അല്ലെ. ആൻഡ് കൺസിഡറിംഗ് ദിസ് DE as the total derivative, ഈ DE എന്ന് പറഞ്ഞത് ഒരു ടോട്ടൽ ഡെറിവേറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വെച്ചാൽ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം, del E dot dr എന്ന് എഴുതാം. ഇതിൽ കൂടെ അല്ലെ, del E dot dr ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി. del E എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ E by ഡോ x പ്ലസ് ഡോ E by ഡോ y പ്ലസ് ഡോ E by ഡോ z എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ അല്ലെ, ഗ്രേഡിയന്റ്. ഇനി ഡോട്ട് dr, dr എന്ന് പറഞ്ഞാൽ എന്താ, x x cap plus y y cap plus z z cap അല്ലെ, dx x cap plus dy y cap plus dz z cap. അപ്പം ഇതന്നെ കിട്ടുക എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി del E dot dr, where dr is the distance between positive and negative charge. ഈ കേസിൽ dr എന്താ,
ഇൻ അവർ കേസ് dr ഈക്വൽ ടു d അല്ലെ. dr എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് തമ്മിലുള്ള സെപ്പറേഷൻ അല്ലെ. അതെന്താണ്? d ആണ്. സ്മാൾ ലെറ്റർ d ആണ് അല്ലെ. അതുകൊണ്ട് therefore de can be written as del e dot d and അത് മതി അല്ലെ. de can be written as del e dot d. അപ്പൊ e plus minus e minus എന്താണ്? del e dot d എന്ന് വരും കേട്ടോ. കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെക്കും വേണം ഈ ഒരു പ്രൊസീജിയർ കേട്ടോ, മറക്കാൻ പാടില്ല. അപ്പം ഡിഇക്ക് വരെ നമ്മൾ എന്ത് ചെയ്തു? del e dot d എന്ന് കൊടുത്തു അല്ലെ. therefore the force is given by q into e plus e minus എന്ന് പറഞ്ഞാല് de which is equal to q into del e dot d എന്ന് വരും അല്ലെ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? del e dot q into d എന്ന് എഴുതിക്കൂടെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതൊരു ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ. അതിനകത്തേക്ക് ഞാൻ ഈ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയ ചാർജിനെ കൊണ്ടുപോയ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ലോ. ഇക്വേഷൻ സെയിം അല്ലേ. q into del e dot d യും del e dot q into d യും സെയിം അല്ലേ. ഇനി q into d എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈപോൾ മൂവ്മെന്റ് ആ. del e dot p എന്നോ അല്ലേ. അല്ലെങ്കിൽ the force experienced by a polar molecule placed in a non-uniform electric field is given by p dot del e. ഇങ്ങനെയാണ് സാധാരണ എഴുതാറുള്ളത് അല്ലെ. ഇങ്ങനെ del e dot p എന്ന് ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണല്ലോ. അപ്പം p into del dot e എന്നും എഴുതാം കേട്ടോ. ആ രീതിയിലാണ് എന്ത് ചെയ്യാം ഇത് എഴുതാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. എന്താണ് ആ കൺഫ്യൂഷൻ? അതായത് നമ്മൾ സാധാരണ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ആർ ബ്രൈറ്റ് എന്ന് ഞാൻ പറയും. കുറച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരെ ചിന്തിക്കണില്ല എന്ന് അർത്ഥം. നോക്കാം, പി ഡോട്ട് ഡെൽ ഇ എന്നാണ് അല്ലെ. പി ഡോട്ട് ഡെൽ ഇ പി ഓക്കെയാണ്, ഡോട്ട് പ്രൊഡക്റ്റും ഓക്കെയാണ്. പക്ഷെ ഡെൽ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെ. എന്താണ് ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? ഗ്രേഡിയന്റ് ആരെയാണ് ആക്ട് ചെയ്യാറുള്ളത്? സാധാരണ ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാറാണ് നമ്മൾ കാണാറില്ലേ അല്ലെ. സ്കെയിലാറിന്റെ കേസിൽ മാത്രമാണ് ഗ്രേഡിയന്റ് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇ എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്ടർ ആണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ അല്ലെ. അപ്പൊ ഒരു വെക്ടറിന്റെ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മീനിങ്ലെസ് അല്ലെ. പക്ഷെ ഇവിടെ മീനിങ്ലെസ് ആവുന്നില്ല. ഇവിടെ എന്താണ്? അതിന്റെ കമ്പോണൻസിന്റെ ഗ്രേഡിയന്റ് എടുക്കുന്നത്. മനസ്സിലായോ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ഓഫ് കോഴ്സ് ആൻഡ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഹാസ് ഗോട്ട് 3 കമ്പോണൻസ് അല്ലെ. 3 കമ്പോണൻസ് ഉണ്ട്. എക്സ് കമ്പോണന്റ്, വൈ കമ്പോണന്റ് ആൻഡ് സെഡ് കമ്പോണന്റ്. ആ കമ്പോണൻസിന്റെ ഗ്രേഡിയന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൺഫ്യൂഷൻ ആവുന്നില്ല. പി ഡോട്ട് ഡെൽ ഇ കേട്ടോ. ഇനി ഇതിന്റെ കേസിൽ ഇൻ ദിസ് കേസ് ദ നെറ്റ് ടോർക്ക് ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ ആസ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ലെ. ഒരു പോളാർ മോളിക്യൂള് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ചതുപോലെ തന്നെയാണ് ഇതിന്റെ കേസിലും എന്ത്? ടോർക്ക് കേട്ടോ. ടോർക്ക് റിമെയിൻസ് ദ സെയിം, ഈക്വൽ ടു പി ക്രോസ് ഇ തന്നെയാണ്, മാറ്റമൊന്നും ഇല്ല. ഓക്കെ, ഇത്രയാണ് എന്ത് ഒരു പോളാർ മോളിക്യൂൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കും ഫോഴ്സും എപ്പോ? ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാവുമ്പോ കേട്ടോ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.